ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥാ കാരുണ്യമായി പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, സർവം പൊറുക്കണേ നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ. സർവം പൊറുക്കണേ നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ. സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥാ കാരുണ്യമായി പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. പ്രിയ സഹോദരി, ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥജലത്തിലൂടെ കാരുണ്യവാനായ ദൈവം നിന്നെ എല്ലാ പാവക്കളിൽ നിന്നും കഴുകി വെടിപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. പ്രിയ സഹോദരി, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിനാൽ പ്രകാശിതയായി. ജീവിതകാലം മുഴുവൻ പ്രകാശത്തിന്റെ മകളായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ നിത്യപരിധിയുള്ള നിന്റെ യാത്രയിൽ ക്രിസ്തുവാക്കന് ഈ ദീപനാളം നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി തീരട്ടെ. ആമേൻ. കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ ലോകത്തുനിന്ന് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങയുടെ പ്രിയദാസി മാർഗ്രറ്റ് പോളിൻ്റെ ആത്മാവിന് ശാന്തിയും പ്രകാശം നിറഞ്ഞ സ്വർഗരാജ്യത്തെ സ്വീകരിച്ച് അങ്ങേ വിശുദ്ധയുടെ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കാരുണ്യവാനായ ദൈവമേ, കേഴുന്നവർക്ക് ആശ്വാസമല്ലെന്ന് അങ്ങ് അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരീക്ഷിക്കുകയും മരണത്തിൻ്റെ ഇരുളിനെ ജീവന്റെ പുലരികയായി മാറ്റുകയും ചെയ്തുവല്ലോ. ദുഃഖാകരായി വിലപിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും പുനരുത്ഥാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണുനീരെല്ലാം ഒപ്പിയെടുക്കുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളുടെ സഹോദരർ ഒന്നുചേരുന്നതിന് അർഹരാകത്തക്ക വിധം ജീവിതം നയിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. പ്രിയ സഹോദരി, ജ്ഞാനസ്നാനത്തിൽ നീ അണിയിച്ച വെള്ളവസ്ത്രം നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞു നിന്റെ അടയാളമായിരുന്നു. മഹിമയേറെ പതിവ് മല്ലിപ്പെടാതെ കാത്തു സൂക്ഷിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹയാക്കുന്നു എന്നെ അടയാളമായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം. പ്രിയ സഹോദരി, ജ്ഞാനസ്നാനത്തോടെ നീ ക്രിസ്തുവിനൊപ്പം മരിക്കുകയും ഉയർക്കുകയും ചെയ്തു. ജീവിതകാലം മുഴുവൻ ഈ പെസഹരഹസ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനൊപ്പം ഈ ലോകത്തുനിന്ന് പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നുപോകൽ എന്നിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നെ അടയാളമായിരിക്കട്ടെ മരണത്തിനെയും ഉയർപ്പിന് ചിഹ്നമായ ഈ കുരിശുരൂപം.
പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, നിങ്ങളുടെ സ്നേഹത്തിന് ഇവിടെ പ്രതീകമായ പുഷ്പങ്ങൾ മുതിർത്ത് ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഇയാളെ അലങ്കരിക്കുമാറാകട്ടെ. ആമേൻ. പള്ളി പോകുന്നവരൊക്കെ ഇങ്ങോട്ട് പോര്, പള്ളിയിൽ പോകുന്നവരെല്ലാം ഇങ്ങോട്ട് വരും. പള്ളിയിൽ പോകുന്നവരൊക്കെ പോയി ഫോട്ടോ എടുക്കാൻ പറ്റുമല്ലോ. ഈ സൈഡിൽ ഒരു ഫോട്ടോ അതൊന്ന് മാറ്റി വേണം. ചേരോടെ പൊക്കി മാസ്ക് മാറ്റാം. മാസ്ക് താഴോട്ടെ, കയ്യിലെടുത്ത മാസ്ക് കയ്യിലെടുത്ത കയ്യിലെടുത്തേട്ടാ. ബിജു മാസ്ക് ഇപ്പുറത്ത് വരുന്ന ഇവരെ അച്ഛൻ കാത്തിരിക്കാണ്. ഇപ്പുറത്ത് വന്ന പിന്നെ ഇതെടുക്കണം കേട്ടോ, ഇതെടുക്കണം കയ്യിലെടുക്കണം. അതൊക്കെ അങ്ങ് വെളിയിൽ ബിലി
അവിടെ എടുക്ക്, അവിടെ പിടിക്കും. ഇല്ല, കുഴപ്പമില്ല. ഫ്രണ്ടിൽ കയറുമ്പോൾ എന്നെ കൂടെ ഒന്ന് നോക്കണേ. നീ ഫ്രണ്ടിൽ കയറുമ്പോൾ എന്നെ കൂടെ ഒന്ന് നോക്കണേ. കൈ ബാബു ബാബു എടുക്ക് അബലേ, എടുക്കബലേ. അവർ വന്നോളൂ. അങ്ങനെയല്ല പോകും ശേലം പൊക്കി കൂടെ അപ്പുറത്തുനിന്ന് രണ്ടുപേരും മേടിച്ചു. ഏത് പള്ളിയിൽ? ഈ പള്ളിയിൽ.
ഇന്നോവ കാരിക്ക് 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 മോഞ്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു സ്റ്റാൻഡ് ഇരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. സ്നേഹമുള്ളവരെ, നമ്മെ വിട്ടു പിരിഞ്ഞു പോയ നമ്മുടെ പ്രിയ സഹോദരി മാർഗ്രറ്റ് പോളിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഈ ബലി അർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി തിരിഞ്ഞു പോകുമ്പോൾ ആ കുടുംബത്തിന് വളരെയേറെ വേദനയുണ്ടാകും. ആ വേദന സഹിക്കുവാൻ സാധിക്കണമെങ്കിൽ നമ്മെ വിട്ടു പിരിഞ്ഞു പോയ വ്യക്തികൾക്ക് വേണ്ടി ഉള്ളൊരുക്കി യാചിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. എത്രത്തോളം നമ്മെ വിട്ടു പിരിഞ്ഞു പോയ സഹോദരിയെ നമ്മൾ സ്നേഹിക്കുമോ
അത്രത്തോളം ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുവാനും ഈ സഹോദരിയുടെ ആത്മാവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാനും നമുക്ക് കഴിയണം. ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി ബലിയർപ്പിക്കുന്നത് ഈ ബലി ദൈവം സ്വീകരിക്കും. നമ്മളെല്ലാവരും ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളും ദൈവം സ്വീകരിക്കും. ഈ ബലിയും നമ്മുടെ പ്രാർത്ഥനകളും സ്വീകരിച്ച് ഈ സഹോദരിക്ക് ദൈവം സ്വർഗ്ഗകവാടം പ്രദാനം ചെയ്യും. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഭക്തിയോടു കൂടി ഈ ബലി അർപ്പിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഇതൊരു ചടങ്ങായി കാണാതെ ദൈവം നമുക്ക് നൽകിയ സ്വർണ്ണാവസരമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ഭക്തിയോടുകൂടി ബലിയർപ്പിക്കുകയും ഈ സകലരുടെ എല്ലാ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് ആജ്ഞാപിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനകൾ സ്വീകരിച്ച് നമ്മെ വിട്ട് പിരിഞ്ഞുപോയ നമ്മുടെ പ്രിയ സഹോദരി മാർഗ്രേറ്റ് പോളിന്റെ എല്ലാ പാപമാലിന്യങ്ങളും തുടച്ചു മാറ്റട്ടെ. ഈ സഹോദരിക്ക് സ്വർഗ്ഗകവാടം പ്രദാനം ചെയ്യുകയെന്ന് ഭക്തിപൂർവം നമുക്ക് യാചിക്കാം. ഈ ബലി അർപ്പിക്കുവാൻ നമ്മളാരും തന്നെ യോഗ്യരില്ല. ചെയ്തുപോയ എല്ലാ പാപങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നമുക്ക് യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് കേൾക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. മരിച്ചവന് ഉദ്ധാനം ചെയ്ത അങ്ങേ പുത്രന്റെ വിശ്വാസം ആഴപ്പെടുമ്പോൾ അങ്ങേ സഹോദരി മാർഗ്രേറ്റ് പോളിന്റെ ഉദ്ധാന പ്രതീക്ഷയിൽ ഞങ്ങളുടെ പ്രത്യാശയും ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കണമേ. സഹോദരനെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും വിദ്യാർത്ഥിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
യേശു മരിക്കുകയും വീണ്ടും ഉയർത്തുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർത്തിക്കും. കർത്താവിന്റെ പ്രത്യാഗങ്ങൾ വരെ നമ്മിൽ ജീവനോട് ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളത്തിനെ മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. ദൈവവചനമാണ് നാം കേട്ടത്. നന്ദി. കർത്താവാണെങ്കിലും എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മരണത്തിന്റെ നിലവിലുള്ള താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവാണെങ്കിലും എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണെങ്കിലും എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണെങ്കിലും എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴലിലുള്ള താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊടുവഴിയും ദണ്ഡം എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണെങ്കിലും എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്റെ ശത്രുക്കളുടെ മുൻപിൽ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാഠപാത്രം കവിഞ്ഞെഴുതുന്നു. കർത്താവാണെങ്കിലും എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, അങ്ങയിൽ ശരണം വെച്ചവരാരും ലജ്ജിതരാകുകയില്ല. കർത്താവാണെങ്കിലും എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിന്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നും. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണം. ദൈവത്തിൽ വിശ്വസിക്കൂ, എന്നിലും വിശ്വസിക്കൂ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നത് നിങ്ങളുമായിരിക്കുന്നത് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നതിനുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവിനെ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു,
വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. കർത്താവിന്റെ സുവിശേഷം. സന്തോഷ കനിവോടെ വൈദികൻ കണ്ടീരും കൈകളിൽ എഴുതുന്ന പാവന മാത്രം സഹോദരരെ, എന്റെയും നിങ്ങളുടെ ജീവിതങ്ങളിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹസ്വരൂപനായ പിതാവേ, ഞങ്ങളുടെ കാണികകൾ പ്രീതിപൂർവ്വം തൃക്കൺ പാർക്കണമേ. അങ്ങേ പുത്രന്റെ മഹോന്നതമായ സ്നേഹകൂദാശയാണല്ലോ ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നത്. അങ്ങയുടെ ദാസിമാർക്ക് ഇപ്പോൾ അവിടത്തോടുകൂടെ മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കും ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ ഞങ്ങളെല്ലാവരും മരിക്കാതിരിക്കുവാൻ ഒരാൾ തന്നെ മരണം കൈവരിച്ചു. ഞങ്ങളെല്ലാവരും അങ്ങേക്ക് വേണ്ടി നിത്യമായി ജീവിക്കുവാൻ ഒരാൾ തന്നെ മരിക്കാൻ തിരുമനസ്സായി. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും അഭിരാമം ആരംഭിക്കുന്നു. Hosanna, Hosanna.
സ്നേഹസ്വരൂപനായ പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞിക്കിടം പോലെ ഈ കാണികകൾ അങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കെടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം ആഴ്വഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുവനന്ത നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാതയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ തോമസിന്റെ പിതാവിനോടും ക്രിസ്തുദാസ സഹായമിത്രാനോടും വൈദികനോടും സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്ത് ഞങ്ങളുടെ മക്കളെയും വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടദാസി മാർഗ്രറ്റ് പോളിനെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശ്യമായി അവിടെ ഒന്നായിത്തീർന്നയാളെ അവിടത്തെ ഉത്ഥാനത്തിൽ ഒന്നാക്കണമേ. ഉയർന്നയുടെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിസര കന്യാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ
അവസരത്തിനോടും അനിതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളെ പ്രസാദിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജനിൽ പങ്കു ചേരാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. യേശുക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. യേശുനാഥൻ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഇവർക്ക് ഒരുമിച്ച് ആരംഭിക്കാം. സ്നേഹസ്വരൂപനായ പിതാവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളിപ്പോൾ പാപത്തിന്റെ മോചനമാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാവങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ കൺപാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും പങ്കുവയ്ക്കാം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ ഈ വിരുദിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
കരയുമ്പോഴെന്നെ നെഞ്ചോട് ചേർക്കും ഈശോനാഥാ. ഓ എന്റെ സ്നേഹമേ വന്നോ ഇറങ്ങിയിടണേ. ഓ എന്റെ സ്നേഹമേ വന്നോ ഇറങ്ങിയിടണേ. ത്യാഗം സഹിച്ച് നന്മ ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ പിതാവേ, അങ്ങയുടെ ദാസി മാർഗ്രീറ്റ് പോൾ മെഡിക്കൽ സഹായകസ്യം ഞങ്ങൾ അനുഷ്ഠിച്ചുവല്ലോ.
സമാധാനത്തിന്റെയും പ്രകാശത്തിന്റെയും മധുരത്തിലേക്ക് ഞാൻ കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹമുള്ളവരെ, നമ്മെ പിരിഞ്ഞു പോയ നമ്മുടെ പ്രിയ സഹോദരി മാർഗ്രറ്റ് പോളിന്റെ 7ാം ചരമദിനം വരുന്ന തിങ്കളാഴ്ച 26-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഈ ദേവാലയത്തിൽ വെച്ച് നടക്കുന്നതായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്ത്യൻ പ്രദർശന സംസ്കരിക്കുന്ന സർവ്വജീവനാളുകളെയും നിദാനമായ ദൈവത്തോടും ഭക്തിയോടും നമുക്ക് പ്രാർത്ഥിക്കും. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരികളെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വരമായി വെടിയുറപ്പിച്ച് വിശുദ്ധ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകട്ടെ. അവിടെ ഞാളിരിക്കുമ്പോൾ തന്നെ കാണിച്ച പാപങ്ങൾക്ക് പ്രതി ശിക്ഷയിൽ നിന്ന് മോചനം നൽകട്ടെ. നല്ലവനായ ക്രിസ്താദിയാളെ പ്രതിഭത്തിലേക്ക് നയിച്ച് സ്നേഹിതരായ പിതാവുമാരെ രക്ഷിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്തെ ക്രിസ്താനത്തിന്റെ സന്നിധി എല്ലാ വിശുദ്ധരുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കാനുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരികയും ചെയ്യുമാറാകട്ടെ. അവസാന ദിവസം തിരഞ്ഞെടുക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങനെ ഭയങ്കരമായ സ്നേഹത്തിന്റെ ക്രിസ്തു ഞങ്ങൾക്ക് വിശുദ്ധന്മാരെ സഹവാസത്തിന്റെയും അടയാളമായി ദാസിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ദാസി സ്വർഗ്ഗകവാടം തുറന്നു കൊടുക്കണം. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ വിശ്വാസ മനസ്സിൽ പരസ്പരം ആശ്വാസം നടത്തുവാൻ കൃപയാണ്. ഞങ്ങൾ ഒരിക്കൽ സ്വർഗ്ഗത്തിൽ ചേർന്ന് വീണ്ടും ഈ സഹോദരിയെ കാണുവാൻ ക്രിസ്തു നിത്യാനന്ദം അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
Kata
ഇപ്പം ഇറങ്ങല്ലേ, പ്രസ് ചെയ്തിട്ട് ഇറങ്ങാം. ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും കർത്താവായ യേശു ക്രിസ്തുവിനോട് ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നമുക്ക് അതിന്റെ കണ്ണിനെ തുറച്ചു നീക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചു ഓർപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിക്ക് നിത്യായുസ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാഗ്ദാനം ചെയ്ത കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കഴിയുകയും അഭിഷേകം ചെയ്യപ്പെട്ട ഈ സഹോദരി വിശുദ്ധനെ തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ചേർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിപ്പിച്ച ഇയാളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹോദരി വേർപാട് ദുഃഖിത ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം നൽകുകയും നിത്യജീവൻ പ്രത്യാശയുള്ളവാക്കുകയും ചെയ്യണമേ എന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടെ കറുത്തിരിക്കുമ്പോൾ സ്നേഹസ്വരൂപനായ പിതാവേ, അങ്ങയുടെ തിരുവുള്ളം നിറവേറുന്ന സർവ്വതാ ജാഗ്രത കാണിച്ച അങ്ങയുടെ പ്രിയദാസി ഇപ്പോൾ ചെയ്തു പോയി തെറ്റുകൾ ദയാപൂർവ്വം ക്ഷമിക്കണമേ. സത്യവിശ്വാസിയുടെ ക്രിസ്ത്യ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഇയാളെ കാരുണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തിടണമേ. കർത്താവെ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഈ ഫ്രെയിം നോക്കണം, ഞാൻ കുഴിയിലോട്ട് ഇറങ്ങി ഫ്രെയിം നീ നോക്കിയാൽ ഇതിപ്പോൾ കറക്റ്റല്ലേ വച്ചിരിക്കുന്നില്ല. ഈ ബോഡി താഴെടുക്കുമ്പോൾ ഫ്രെയിം ഇങ്ങനെ ചരിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അല്ലേ വിരളി 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 ഇളന്ന് സമാനപ്പെടാൻ എല്ലാവരും തട്ടല്ലേ ചേട്ടാ. ഇത് ജസ്റ്റ് ഇങ്ങനെ താത്ത് കൊടുക്കണം. ലൈറ്റ് ഇത് ഇതിൽ നോക്കിയിട്ട് താഴ്ച ഇപ്പം ആ നെറ്റ് എടുത്താകത്തിട്ട് ആ വീണില്ല. അല്ലെ ആ ലോക്ക് വീണില്ല കേട്ടോ. ഒരാളുടെ കയ്യിൽ കൂടാ മതി.
ഓക്കെ എടുക്ക അവിടെ ഇങ്ങോട്ട് നീക്കിക്കൊടു. ചേട്ടാ ജസ്റ്റ് ഒന്ന് ആദ്യം തല വേ ആദ്യം കൈ വിട് ഇവിടെ നിന്ന് കൈ വിട്. കുഴപ്പമില്ല നീ എവിടെയാ പോയത്? കുഴിങ്ങടെ നീ എവിടെ പോയെന്ന്? ലോറൻസ് ഉണ്ട് അമ്മയുടെ ആണ്ടല്ലേ? ഇന്ന് അതിനെ ആളുകൾ അതവിടെ കുഴിയത്തിൽ വെള്ളം മണ്ണൊക്കെ കുഴിയത്തിൽ അതിൽ വെച്ചു. ഇത്തരം മാറിക്കാൻ പറയാൻ